എമ്പുരാൻ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിലിം. എമ്പുരാൻ വളരെ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പടമെടുത്തവരും അഭിനയിച്ചവരും ഡയറക്റ്റ് ചെയ്തവരൊക്കെ പരിങ്ങൽ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് ആ സിനിമയ്ക്ക് സ്വല്പം ജീവൻ വെച്ച പോലെ തോന്നുന്നു. കാര്യം BJP വരവോടുകൂടി അതിന് ഒരു ജീവനുണ്ടായി. കാരണം പലരും ആ സിനിമ ഇനി കാണണ്ടെന്ന് ചിന്തിച്ചെടുത്ത് BJP വന്നതോടുകൂടി പലർക്കും അന്നാവ് സിനിമ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇവിടെ BJP വരവോടുകൂടി എമ്പുരാനൊരു പബ്ലിസിറ്റി വന്നിരിക്കുക. കാരണം പടയെടുത്തവരും പൈസ മുടക്കിയവരും ഒക്കെ നിരാശയിലായിരുന്നു. എന്നവർക്കൊക്കെ ഇപ്പോൾ സ്വല്പ ജീവൻ വെച്ചതുപോലെ തോന്നുന്നു. അപ്പോൾ ഇതേതോ വലിയ വിവാദമാണ് എന്നാണിപ്പോൾ BJP-ക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കറിയാം, ഈ അടുത്ത സമയത്ത് കേരള സ്റ്റോറി വന്നു. അന്ന് BJP-ക്കാരെടുത്ത നിലപാട് എല്ലാവരും ഈ ഫിലിം കാണണം എന്ന് പറഞ്ഞവരാണ്. കണ്ടിട്ട് എല്ലാവരും കൈയടിച്ചവരാണ്. പിന്നെ ഇപ്പോൾ എന്താണ് എമ്പുരാനെതിരെ BJP തിരിഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിനകത്ത് കുഴപ്പം? അപ്പോൾ എല്ലാവരും കഥയറിയാതെ ആട്ടം കാണുന്നവരാണ്. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യത്തിൽ ഞാൻ ഫിലിം കണ്ടില്ല, എനിക്ക് കാണാനൊട്ട് താല്പര്യവുമില്ല. എന്നാൽ ഗുജറാത്ത് കലാപം എന്താണെന്ന് കുറച്ച് എനിക്കറിയാൻ കഴിഞ്ഞു. അത് കുറച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥ ഗുജറാത്ത് കലാപം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ BJP എടുത്തിരിക്കുന്ന നിലപാട്, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണെന്ന് പണം കണ്ടെങ്കിൽ മാത്രമേ അതറിയാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്താണ് ഇതിൻ്റെ കുഴപ്പം എന്നുള്ളത് കണ്ടവർക്കറിയാം, അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്കതിനെക്കുറിച്ച് വലിയ അറിവില്ല. ഞാൻ ഈ പറയുന്ന TV-യിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്ന കാര്യങ്ങളെ എനിക്കറിവുള്ളൂ. അത് വെച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.